ഇവിടെയുള്ള മലയാളികൾ തന്നെ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുക. നിനക്ക് നാട്ടിൽ നിന്നാ പോരെ? നാട്ടിലിപ്പോ പഴയതുപോലെ ഒന്നല്ല, ഇഷ്ടം പോലെ പണിയാ. പണിയെടുക്കാതെ ജീവിക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയാ ഞാൻ ഈ കുടലിലേക്ക് കയറ്റിയെടുത്തേ. ഒരിക്കലും ജീവിതത്തിൽ തുറന്നു പറയരുതെന്ന് ആഗ്രഹിച്ചിരുന്ന ചില നഗ്ന സത്യങ്ങൾ അത് ഞാനിപ്പോ വെളിപ്പെടുത്താൻ പോവാ. പെൺകുട്ടികളെ ഒരു ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. തുറന്നു പറയാലോ, ഞാനൊരു സ്ത്രീലമ്പടന. കല്യാണമൊക്കെ കഴിക്കാൻ ഭയങ്കര പെട്ടെന്ന് കഴിയാൻ തന്നെ ഇഷ്ടമായിരുന്നു. സ്ത്രീകൾ എന്നും എന്റെ വീക്ക്നെസ് ആയിപ്പോയി. എല്ലാവരും എന്നോട് കോമൺലി ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെ ഇത്രയും സ്ത്രീകളുടെ കൂടെ ഉള്ളത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത്. യാതൊരു വിഷമില്ലേ? കുറെയൊക്കെ തുടക്കത്തിലൊക്കെ ഞാൻ കുറെ സങ്കടം പറയും, എനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ടായിട്ട്. ഇങ്ങനെ വിഷമം വരുമ്പോ ഞാൻ ചട്ടകെടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് 2 ഇളക്കിളക്കും. എന്നിട്ട് വിഷമം നിന്നില്ലെങ്കിൽ 2 പപ്പടം. അജ്മോള് വയനാട്ടിലാണ്, നാടും അവിടെയാ. അപ്പൊ അങ്ങനെ ഇവര് ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ട്രാവൽ ചെയ്യുന്നതാണ്. അപ്പൊ ഇതുപോലെ കമ്മിറ്റിയിൽ മൊത്തം 4 ആണുങ്ങളും 8 പെണ്ണുങ്ങളുമാ. എപ്പോഴും മീറ്റിംഗ് ആടേ, ഞാൻ തന്നെ അറേഞ്ച് ചെയ്യുന്നത്. അതുപോലെ കുറെ പേര് എന്നെ പല രീതിയിലും വിളിക്കാറുണ്ട്, ഇങ്ങനെ അവിടുന്ന് കണ്ടു ഇവിടുന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരേ സമയം കണ്ടിരിക്കണു ചിലര്. 3 വയസ്സ് തൊട്ട് 60 വയസ്സുള്ള ചേച്ചിമാര് വരെ നമ്മുടെ പീലുണ്ട്. അപ്പൊ ഇവരെല്ലാരും ഒരേപോലെയാണ് ആള് മാനേജ് ചെയ്യുന്നത്. ദേഷ്യം പിടിക്കും. ഇതെല്ലാം കൂടി നീ എങ്ങനെ മാനേജ് ചെയ്യും ഗോപാലേഷ? എല്ലാം കാണുമ്പോ ഇത് കണ്ട് എന്തിന്ന് കണ്ട് അതിനോട് യൂസ്ഡ് ആയി. ഇനിയിപ്പൊ എന്ത് തോന്നാനാ? അങ്ങ് പോട്ടെ, അത് തന്നെ എന്റെ മോള് ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടല്ലേ? ഒന്ന് കരഞ്ഞൂടെ നിനക്ക്, ആരും കാണാതെ? ദേഷ്യം ഉണ്ടായിരുന്നുള്ളൂ, ഒന്നും പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചേട്ടൻ അന്ന് ഒരു തരം എന്തോ ഒരു സ്വഭാവമായിരുന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു കിരീരി സ്വഭാവമായിരുന്നു. ചേട്ടന്റെ വീട്ടിൽ എനിക്ക് എന്തും ചെയ്യാം, എല്ലാത്തിനും ഫ്രീഡം, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കൂല്ലേ? എത്ര കൊടുക്കും? അവള് പറഞ്ഞ പോലെ അടി എന്ന് പറഞ്ഞാല് നല്ലോണം എന്റെ അടുത്ത് അടിയും കിട്ടിയിരുന്നു. നല്ലോണം അടി കിട്ടിയ സമയത്തും അതെന്നെ ഒരു ഭാര്യ, എന്നെ ഒരു ഭർത്താവാണ് അടിച്ച്, എന്നെ ഒരു ആണാണ് അടിച്ചത് എന്നുള്ളൊരു ഫോക്കസിൽ. അപ്പൊ എനിക്ക് ചില കാര്യങ്ങളിൽ അപ്പോ 2 പ്ലേറ്റ് ഇടിയപ്പം, ചില്ലി ചിക്കൻ കുടിക്കാൻ ണ്ടായിരുന്നു. എൻ്റെ അടുത്ത് ആകെ 2 കണ്ടീഷനേ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, ആളുടെ ഡ്രസ്സിങ് കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല. പിന്നെ പ്രൊഫഷനിൽ ഇടപെടരുത്. ഞാൻ അറിഞ്ഞു ഇത് ഇങ്ങനെ ഒരു പ്രൊഫഷൻ ആവുന്നുള്ളൂ. ഇത്രയും പെമ്പിളാരെ കൊണ്ട് നടക്കുന്നത് ഞാൻ അറിഞ്ഞു. മാത്രമല്ലേ